ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ഓയിൽ കത്തിപ്പോണ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സർവീസൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നതാണ്. അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഓയിൽ കത്തുന്ന കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കയറ്റി അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ കിറ്റ് സെറ്റപ്പായിട്ട് നമ്മൾ മാറ്റി പുതിയതുണ്ടാണ്. ഇതിപ്പോൾ സിലിണ്ടർ കിറ്റൊക്കെ മാറ്റിയതാണ്. സിലിണ്ടർ കിറ്റ് മാറ്റിയിട്ടുണ്ട്. സിലിണ്ടർ കിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അതേപോലെ പിന്നെ ലോക്ക് അതൊക്കെ കൂടി തന്നെ അതൊരു കിറ്റായിട്ടാണ് വരാം. പിന്നെ നമുക്ക് ഹെഡിൽ വരുന്ന വാൽവ് 2 വാൽവും മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പ്ലഗ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ആ രീതിയിലാണ് ക്ലിയർ ചെയ്തെടുത്താണ്. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്കിയത്തെ വർക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നതാണ്. കാർബറേറ്റർ ക്ലീനിങ്, എയർ ഫിൽറ്റർ അതേപോലെ തന്നെ ബാക്കിയത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ സിലിണ്ടർ കിറ്റിന് വരുമ്പോഴത്തേക്ക് നമുക്ക് കിറ്റിന് തന്നെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2857 രൂപയാണ് നമുക്ക് സിലിണ്ടർ കിറ്റിന് മാത്രം വരാം. പിന്നെ നമുക്ക് ലെയ്ത്ത് വർക്ക് വരും. ലെയ്ത്ത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് സീറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറമെ ചെയ്യുന്ന വർക്കാണ്. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ്, ഓറിങ് അതേപോലത്തെ ഐറ്റംസൊക്കെയാണ് പിന്നെ വരട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളതൊരു 1 ഇയർ വാറണ്ടിയിലാണ്, 1 വർഷം വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കുന്ന വർക്കാണത്. അതായത് സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി ചെയ്തതുകൊണ്ട് തന്നെ 1 വർഷം വാറണ്ടി നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കത് കറക്റ്റ് നമുക്കതിൻ്റെ സർവീസ് ഓരോ 3 സർവീസാണ് നമുക്കതിന് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. 4 മാസം കൂടുമ്പോൾ പെയ്ഡ് സർവീസായിട്ട് നമുക്ക് വരും. ആ സർവീസ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം വാറണ്ടി പീരീഡിൽ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ അതാണ് അതിൻ്റെ വാറണ്ടി കാലാവധിയായിട്ട് പറയണത്. അതായത് ആദ്യം വന്നത് ഏതാണോ അതാണ് അതിൻ്റെ വാറണ്ടി കാലാവധി. അതായത് നല്ല ഓട്ടമുള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 12,000 കിലോമീറ്റർ എന്നുള്ളത് ചില കേസിൽ തന്നെയും ചില വണ്ടികൾ 6 മാസം അല്ലെങ്കിൽ ഒരു 5-8 മാസത്തിനുള്ളിലൊക്കെ 12,000 കിലോമീറ്റർ ഓടുന്ന വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾക്ക് ആ കിലോമീറ്റർ ആയിരിക്കും മാനദണ്ഡമായിട്ട് വരാം. 6 മാസം കൊണ്ട് 12,000 ആയി കഴിഞ്ഞാൽ ഓൾറെഡി 6 മാസമാണ് അതിൻ്റെ വാറണ്ടി പീരീഡ് വരാം. നേരെ മറിച്ച് 1 വർഷം കൊണ്ട് 12,000 10,000 പോലും ഓടാത്ത വണ്ടികളുണ്ട്. ആ വണ്ടികൾക്ക് 1 വർഷം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വാറണ്ടി ടേംസ് നമ്മൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് അതിൻ്റെ വാറണ്ടി കാലാവധി വന്നത്. അതിനകത്ത് ഓരോ 4 മാസം അതായത് 120 ദിവസം കൂടുമ്പോൾ വണ്ടി ചെക്ക് ചെയ്യണമെന്നുള്ളതാണ് ശരിക്കും കമ്പനി പോളിസിയാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ തന്നെയാണ് എന്തെങ്കിലും ഒരു വാറണ്ടി സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത്രയും കേസൊന്നും ശ്രദ്ധിക്കാം. ബാക്കിയത്തെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വാട്സാപ്പിൽ സെൻഡ് ചെയ്തിടാം. നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിന് കറക്റ്റ് ഒരു ഫോർമാറ്റ് ഉണ്ടാകും പ്രകാരമാണ് നമ്മൾ ചെയ്തു പോകേണ്ടത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി നമ്മൾ ബില്ലിനകത്ത് എഴുതി തന്നെ വിടാം കേട്ടോ. അതും പ്രകാരം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ തുടക്കം കുറച്ച് ദിവസത്തേക്കൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് ഓടിക്കുക. പിസ്റ്റണും റിങ്സൊക്കെ പുതിയതായതുകൊണ്ട് തന്നെ ഒന്ന് ലിമിറ്റ് ചെയ്തേക്കാം. ഒരു 500 കിലോമീറ്ററൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ദീർഘദൂരം ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലിമിറ്റ് ചെയ്ത് ഓടിക്കുക. അത്ര തന്നെ, വേറെ നോക്കാനൊന്നുമില്ല. നേരിട്ട് ഉപയോഗിക്കാം. വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഷെയർ ചെയ്തിടാം.